പക്ഷേ അവരെനിക്ക് തന്നില്ല. ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ചെറിയൊരു സങ്കടം പറയാൻ വേണ്ടിയിട്ടാട്ടോ. സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ FBയുടെ എക്സ്ട്രാ ബോണസിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായില്ലേ. അതുപോലെ എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഇതുപോലെ എനിക്ക് എക്സ്ട്രാ ബോണസ് $20 വന്ന് കിടപ്പുണ്ട്. അതായത് 2 വീഡിയോ 50,000 വെച്ച് റീച്ച് ആയിക്കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ ബോണസ് പ്ലസ് $4 എങ്ങനെയാണ് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ $18 കയറുവാണെങ്കിൽ ഒരു $4 കൂടെ നമുക്ക് തരും. പൊന്നു മനുഷ്യരെ, ഞാൻ കിടന്ന് ഇരുന്നും പരിശ്രമിച്ച് വീഡിയോസ് കണ്ടിന്യൂസ് ഇട്ട് എൻ്റെ ഒരു 4 വീഡിയോ അടുത്ത് ഈ 50K കഴിഞ്ഞു. അപ്പോൾ ആദ്യം ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അതിനെന്തെങ്കിലും ഇഷ്യൂ ഉള്ളത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമുക്ക് ഡേറ്റ് ഉണ്ട്, ഇത്ര ദിവസം തൊട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ എന്നുള്ള ഒരു സാധനം കൂടെ ഉണ്ട്. അത് ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പം നോർമലി ഞാൻ എന്ത് ചിന്തിച്ചു, ആ ഡേറ്റിന് മുമ്പാണ് ഒരെണ്ണം റീച്ച് ആയത്. അപ്പം നെക്സ്റ്റ് എന്തായിരിക്കും, അത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും വീഡിയോ റീച്ച് ആകുവാണെങ്കിൽ എന്തായാലും എനിക്ക് ബോണസ് കിട്ടും എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇത് കയറിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നോക്കുമ്പോൾ എല്ലാം എങ്ങനെയോ എൻ്റെ 4 വീഡിയോ അടുത്ത് ഒരെണ്ണം 2 വീഡിയോ 10K കയറി, ഒരു വീഡിയോ 75K കയറി, ഒരു വീഡിയോ വന്ന് 96K കയറി, അങ്ങനെ എല്ലാം കയറി. പക്ഷേ അവരെനിക്ക് തന്നില്ല. എന്ത് എക്സ്ട്രാ ബോണസ്? ഞാൻ അത്രയും കടന്ന് കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നു, നോക്കുന്നു, നമ്മളത് സ്റ്റാറ്റസ് ഇടുന്നു. ഇനിയിപ്പോൾ FBക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്നറിയാൻ വേണ്ടി ഞാനത് സ്റ്റോറി വരെ ഇട്ടു. എന്നിട്ട് വണ്ടി പോകുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അയ്യോ, എനിക്ക് വന്ന സങ്കടം ഉണ്ടല്ലോ. കാരണം അത്രയും നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് നമുക്കത് കിട്ടാതെ വന്നു കഴിയുമ്പോൾ ഒന്ന് റീച്ച് ആവാൻ നമ്മൾ എത്ര ശ്രമിക്കണം എന്നറിയാമോ. ഓരോ വീഡിയോസ് ചില സമയത്ത് ആൾക്കാർ വ്യൂ ഉണ്ടാവും, നമുക്ക് ഡോളർ കയറത്തില്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. കാരണം വേറൊരാൾക്കും ഒന്ന് സംഭവിച്ചെന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. എനിക്ക് മാത്രമല്ല, വേറൊരാൾക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ ഒരു മനസ്സുഖം. അപ്പം അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ചെറിയ സങ്കടം എനിക്കുണ്ടായി. അപ്പം അത് പറയാമെന്ന് ഓർത്ത് വന്നു കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.